ഇപ്പോൾ ദീപക് ധർമ്മടം കൂടി ചേരുന്നുണ്ട്. ദീപക്, എങ്ങനെയാണ് പോലീസ് ഈ സംഭവത്തിന്റെ ചുരുളഴിക്കുന്നത്? ദീപക്. ഡോക്ടർ ഉന്മേഷ്, ഒരു കാര്യം നമുക്ക് ആദ്യം തന്നെ പറയാം. കേരള പോലീസിന്, കോഴിക്കോട് സിറ്റി പോലീസിന് നമ്മൾ ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട ഒരു കേസ്. നിരവധി മാൻ മിസ്സിംഗ് കേസുകൾ എങ്ങും എത്താതെ അൺഡിറ്റക്റ്റഡായി കേരളത്തിൽ കിടക്കുമ്പോഴാണ് കഴിഞ്ഞ വർഷം, അതായത് 24 മാർച്ച് 20 കാണാതായ ഒരാൾ, അത് സ്വന്തം ഭാര്യ, ഈ ബത്തേരി സ്വദേശിയായ ഈ ഹേമചന്ദ്രൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ലിമിറ്റിലെ മുണ്ടിക്കത്താഴത്ത് വാടക വീട്ടിൽ താമസിക്കുന്നു. അവിടെ നിന്നും മാർച്ച് മാസം 20 കാണാതാകുന്നു. ഏപ്രിൽ 1 ഈ ഹേമചന്ദ്രൻ്റെ ഭാര്യ സുബിഷ മെഡിക്കൽ കോളേജിലെത്തി പരാതി നൽകുന്നത്. അന്ന് തന്നെ ഒരു FIR ഇടുന്നു. ആ FIRൻ്റെ അന്വേഷണം അന്ന് അവിടുത്തെ ASI ആയിരുന്ന അസീസിനെ ഏൽപ്പിക്കുന്നു. അതിനുശേഷം അസീസ് റിട്ടയർ ചെയ്യുമ്പോൾ ഈ കേസിൻ്റെ റിവ്യൂവിലേക്ക് ഇൻസ്പെക്ടർ, അവിടുത്തെ SHO ആയ ജിജീഷ് കടക്കുന്നു. സ്വാഭാവികമായി ചില സംശയങ്ങൾ, ആ സംശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേസിൻ്റെ മറ്റു ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ നിർണായകമായ ദിവസം, അതായത് കാണാതായതായി ഭാര്യ പറഞ്ഞ മാർച്ച് മാസം 20 ഒരു കോൾ വരുന്നു. വീട്ടിൽ നിന്നും കാണാതായ സമയത്തിന് തൊട്ട് മുൻപ് അത് ഒരു കണ്ണൂർകാരിയുടേതായിരുന്നു, ഈ ഹേമചന്ദ്രൻ്റെ പെൺ സുഹൃത്തിൻ്റെതായിരുന്നു. അങ്ങനെ അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് വളരെ ശാസ്ത്രീയമായ ഒരു കിഡ്നാപ്പ് മർഡറാണ്, തട്ടിക്കൊണ്ടുപോയുള്ള കൊലപാതകമാണ് എന്നുള്ളത് തെളിയുന്നത്. അതിൽ ഏറെ സാഹസപ്പെട്ടാണ് പോലീസ് ഇതിൽ അണ്ടർ കവറായുള്ള കുറേ ഓപ്പറേഷൻ നടത്തിയാണ് ഇവരെ പിടികൂടുന്നത്. ആദ്യം ഇവരെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ സംഭവം ഒന്നും അറിയില്ല എന്നുള്ളതായിരുന്നു. പിന്നീട് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലിൽ ഇവർ കുഴങ്ങിപ്പോയി, ഇവർ സത്യം പറയേണ്ടി വരുന്നു. അങ്ങനെ പ്രതികളെ കൂടി കൊണ്ടുപോയി പല സ്ഥലത്ത് തെളിവെടുപ്പുകൾ നടത്തി രഹസ്യമായി. അങ്ങനെ ഇതിൽ ആദ്യം തന്നെ കിഡ്നാപ്പ് കേസിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. അത് ജ്യോതിഷിനെയും അജേഷിനെയുമാണ്. ആ കിഡ്നാപ്പ് കേസിൽ അറസ്റ്റ് ചെയ്തവരെ റിമാൻഡ് ചെയ്ത് കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങിച്ചാണ് ഇന്നിപ്പോൾ വയനാട്, കർണാടക, തമിഴ്നാട് അതിർത്തിയിലെ ഈ മൃതദേഹം കൊണ്ടുപോയി സംസ്കരിച്ചു എന്ന് പറയാം, മണ്ണിൽ കുഴിച്ചിട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയത്. അവിടെ നിന്ന് മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 24 ഈ പോലീസ് സംഘത്തിൻ്റെ പുറകിൽ തന്നെയായിരുന്നു. പക്ഷേ മൃതദേഹം കണ്ടെടുത്താൽ മാത്രമേ വാർത്ത ബ്രേക്ക് ചെയ്യാവൂ എന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ ആ ഒരു അഭ്യർത്ഥനയാണ് നമ്മളിവിടെ മാനിച്ചത്. 24 ഈ വാർത്ത ആദ്യം പുറത്തുവിടുമ്പോൾ തന്നെ കേരളത്തിലെ ഒരു കിഡ്നാപ്പ് കേസിൽ വളരെ നിഷ്ഠുരമായ ഒരു കൊലപാതക കേസായി മാറിയതിൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ, അതായത് ഒരു ദൃശ്യം മോഡൽ കൊലപാതകം നടന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയത്. ഡോക്ടർ ഉന്മേഷ്.